നമസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം ലോകത്തെ ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായ ഒന്നായിരുന്നു. ഇപ്പോഴും ഈജിപ്തിലെ പല ഭാഗങ്ങളും ഖനനം നടത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത് ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സംസ്കാരത്തിൻ്റെ തന്നെ ശേഷിപ്പുകളാണ്. ഈയിടെ ഈജിപ്തിൽ നടത്തിയ ഒരു ഖനനത്തിൽ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ മുങ്ങിപ്പോയ ഒരു നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തതെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത പുരാവസ്തുക്കളിൽ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന ഫറോവൻ്റെ രൂപം ആലേഖനം ചെയ്ത സ്ഫിങ്സ് ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള പുരാവസ്തു ശേഖരം ഉൾപ്പെടുന്നു. ഗവേഷകർ നടത്തിയ പരിശോധനകളിൽ ഈ മേഖലയിൽ ഒരു കാലത്ത് വലിയ തോതിലുള്ള വികസന പ്രവർത്തനം നടന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു തുറമുഖ നഗരമാണ്. അബു ഖിർബയിലാണ് ഇത് സംബന്ധിച്ച ഖനനം നടക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ അക്കാലത്ത് നിലനിന്നിരുന്ന വലിയൊരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. വലിയ മത്സ്യങ്ങളെ വളർത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന വലിയ കുളങ്ങൾ, അതുപോലെ കരകൗശല വസ്തുക്കൾ, പിന്നെ ആയുധങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളാണ് ഇവിടെ നിന്ന് നിരന്തരമായി ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് വലിയ തോതിൽ വ്യാപാരം നടത്തിയിരുന്ന ഒരു വലിയ തുറമുഖ നഗരമാണ് കടൽ മുങ്ങിപ്പോയത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണക്കാക്കുന്നത്. അന്നത്തെ കാലത്ത് സമ്പന്നന്മാർ ധാരാളമായി ഇവിടെ എത്തി അവിടെ ആഡംബര വസ്തുക്കൾ നിർമ്മിച്ച് ഇവിടെ താമസിച്ചിരുന്നുവെന്നും വിവിധ രാജ്യങ്ങളിലേക്ക്, അതായത് റോം ഉൾപ്പെടെയുള്ള ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ വൻതോതിൽ ഇവിടെ നിന്ന് വ്യാപാരം നടന്നിരുന്നു എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ആധുനിക അലക്സാണ്ട്രിയയുടെ കിഴക്കായി നൈൽ ഡെൽറ്റയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ നഗരം തുറമുഖമായിരുന്ന കനോപ്പസാണ് ഇത് എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. കനോപ്പസ് ഒരു കാലത്ത് ഏറ്റവും വലിയ സമ്പന്നമായ ഒരു മേഖലയായിരുന്നു. പിന്നെ ഇവിടെ എങ്ങനെയാണ് തകർന്നു പോയത് എന്ന ചോദ്യത്തിന് നിരന്തരമായ ഭൂകമ്പങ്ങളും സുനാമിയും ഒക്കെ തന്നെയാണ് ഈ മഹാനഗരത്തെയും തുറമുഖത്തെയും എല്ലാം തന്നെ കടലെടുത്തു പോകാൻ സഹായകമായത് എന്നാണ് പറയപ്പെടുന്നത്. അക്കാലത്ത് ചെറു കപ്പലുകൾ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നടത്താൻ ഈ നഗരത്തിൽ നിന്ന് നിരവധി പേർ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു വലിയ ദേവൻ്റെ ക്ഷേത്രം അക്കാലത്ത് നിലനിന്നിരുന്നു. ഒസിരിസ് എന്ന ദേവന് സമർപ്പിച്ചിരിക്കുന്നതായിരുന്നു ഈ ക്ഷേത്രം. ഈ ഒസിരിസ് ദേവൻ നല്ല കാര്യങ്ങളുടെ മാത്രമല്ല അല്പം മോശം കാര്യങ്ങളുടെയും ഒക്കെ തന്നെ ദൈവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സംസ്കൃതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായ തോതിൽ തന്നെയാണ് അക്കാലത്ത് നടന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് ലഭിക്കുന്ന ഓരോരോ അവശിഷ്ടങ്ങളും അക്കാലത്ത് ഈ നഗരം എന്തുമാത്രം വികസിച്ചതായിരുന്നു, എത്രമാത്രം പുരോഗമനപരമായിരുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ അക്കാലത്ത് ഭരണ സംവിധാനങ്ങൾ നിലനിന്നിരുന്നു എന്നും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ചില തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ അക്കാലത്ത് ഭരണം നടത്താനായി നിരവധി പ്രമുഖർ അന്നിവിടെ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ നഗരം മുഴുവനായി സമുദ്രത്തിൽ മുങ്ങിപ്പോയ സമയത്ത് ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നെ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള കണ്ടെത്തലുകളും ഇപ്പോഴും ഗവേഷകർ നടത്തുന്നില്ല. ഒരുപക്ഷെ ഭാവിയിൽ അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയായിരിക്കും. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലരെ മോശപ്പെടുത്തേക്ക് കൊണ്ടുവന്നത് ഈ മേഖലയിലേക്കാണ് എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ഇതൊരു വലിയ തോതിൽ വികസിച്ച ഒരു മേഖല തന്നെയായിരുന്നുവെന്നും ഇത് കടൽ മുങ്ങിപ്പോയത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇപ്പോൾ ഈജിപ്തിലെ പ്രധാനപ്പെട്ട പുരാവസ്തു നിരീക്ഷകർ നടത്തുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ 25 വർഷത്തിനിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗവേഷണമാണെന്നും ഇതിൻ്റെ നേട്ടം അസുലഭമാണ് എന്നുമാണ് ഈജിപ്തിലെ സർക്കാർ വരെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് ഇത്രയും വികസനം ഉണ്ടായിരുന്ന ഒരു തുറമുഖ നഗരം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കേട്ടുകേൾവി മാത്രമുള്ള ഈ ഈജിപ്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലുകൾ അവർക്ക് ഏറെ അഭിമാനം പകരുന്ന ഒന്നുകൂടിയായി മാറിയിരിക്കുകയാണ്.